അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ പല ആളുകളെയും കാണാറുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ പറയും അവർ നല്ല ദീനിയാണ്, പക്ഷേ അവരുടെ സ്വഭാവം വളരെ മോശമാണ്. യഥാർത്ഥത്തിൽ ദീനിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മോശമാവാൻ പാടുണ്ടോ? നമസ്കാരം, നോമ്പ്, സ്വതക്ക പോലെ അതുപോലെയുള്ള ഒരു പുണ്യകർമ്മമാണ് സൽസ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, പുണ്യം സൽസ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും അദ്ദേഹം മഹത്തായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, കാന ഖുൽഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനാണെന്ന്. അപ്പോൾ നല്ലൊരു സത്യവിശ്വാസി നല്ല സൽസ്വഭാവമുള്ള വ്യക്തി കൂടിയായിരിക്കണം. സൽസ്വഭാവം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നോമ്പ് അനുഷ്ഠിക്കുന്നവൻ്റെയും നമസ്കരിക്കുന്നവൻ്റെയും പദവി ലഭിക്കും എന്നുള്ളതാണ്. ഹദീസിൽ കാണാം, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബി ഹുസ്നി ഖുൽഖിഹി ദറജത സ്വാഇം മിൽ ഖായിം, തീർച്ചയായും സൽസ്വഭാവമുള്ള വ്യക്തി, തീർച്ചയായും ഒരു സത്യവിശ്വാസി തൻ്റെ സൽസ്വഭാവം കൊണ്ട് നോമ്പുകാരൻ്റെയും നമസ്കരിക്കുന്നവൻ്റെയും പദവി നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ, അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അതുപോലെയുള്ളൊരു പ്രതിഫലം ഒരു സൽസ്വഭാവിയായ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമതായി, അന്ത്യനാളിൽ സത്യവിശ്വാസിയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന ഒരു കർമ്മമാണ് സൽസ്വഭാവം എന്നുള്ളത്. ഹദീസിൽ കാണാം, മാ ഷൈഉൻ അഫ്ഖലു ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമ മിൻ ഖുൽഖിൻ ഹസൻ, സൽസ്വഭാവത്തേക്കാൾ ഖനം തൂങ്ങുന്ന മറ്റൊരു കാര്യവും ഇല്ല സത്യവിശ്വാസിക്ക്. വ ഇന്നല്ലാഹ ലയബ്ഗദുൽ ഫാഹിഷൽ ബദീ, തീർച്ചയായും അള്ളാഹു വെറുക്കുന്നു അൽ ഫാഹിഷൽ ബദീ, അശ്ലീലം പറയുന്ന ദുസ്വഭാവികളെ അള്ളാഹു വെറുക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സൽസ്വഭാവിയായ ഒരു വ്യക്തിക്ക് വലിയ വമ്പിച്ച പ്രതിഫലമാണ് അന്ത്യനാളിൽ ലഭിക്കാനുള്ളത്. തൻ്റെ നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് തുലാസ് കനം തൂകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമായി, ഒരു പുണ്യമായി സൽസ്വഭാവത്തെ ഇസ്ലാം കാണുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് സ്വർഗം ലഭിക്കുമെന്നുള്ളതാണ്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന, അധികം ആളുകളും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിന് ചോദിക്കപ്പെട്ടു. ഖാല, അദ്ദേഹം പറഞ്ഞു, തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖ്, അള്ളാഹുവിൽ സൂക്ഷ്മത പാലിക്കുന്നതോടൊപ്പം വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം. അപ്പോൾ സൽസ്വഭാവം മൂലം നമുക്ക് സ്വർഗം ലഭിക്കുമെന്നുള്ളതാണ് മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. നാലാമതായി, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് വീട് ലഭിക്കും എന്നുള്ളതാണ്. ഒരു ഹദീസിൽ കാണാം, സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്ത് വീട് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വബി ബൈത്തിൻ ഫി അഅ്ലൽ ജന്നതി ലിമൻ ഹസ്സന ഖുൽഖഹു, തൻ്റെ സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് ഞാൻ ഉറപ്പു നൽകുന്നു. അപ്പോൾ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് വീട് ലഭിക്കാവുന്ന ഒരു ഉത്തമ ഗുണമാണ് നമ്മുടെ സൽസ്വഭാവം എന്നുള്ളത്. അഞ്ചാമതായി, സ്വർഗത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയാൻ അവസരം ലഭിക്കും എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ആർക്കാണ് താങ്കളുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ അവസരം ലഭിക്കുന്നതെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹ്സനുക്കും ഖുലുഖ, നിങ്ങളിൽ ഏറ്റവും നന്നായി സ്വഭാവമുള്ളവർക്കാണ് അതിനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. ആറാമതായി, വിശ്വാസം സമ്പൂർണമായവൻ എന്ന് വിശേഷിപ്പിച്ചത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനെയാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖ, സത്യവിശ്വാസികളിൽ ഏറ്റവും നന്നായി
ഈമാൻ പൂർത്തിയായവൻ എന്ന് പറയുന്നത് നിങ്ങളിൽ അവരിൽ ഏറ്റവും സൽസ്വഭാവികളാണ് എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. ഏഴാമതായി അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാരെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് അഹ്സനുഹും അഖ്ലാഖ, അവരിൽ ഏറ്റവും നല്ല സൽസ്വഭാവികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് സൽസ്വഭാവം വലിയ പുണ്യം ലഭിക്കുന്ന, സ്വർഗത്തിൽ നമുക്ക് വലിയ സ്ഥാനം ലഭിക്കുന്ന, നമ്മുടെ തുലാസുകൾ ഖനം തൂക്കുന്ന വലിയൊരു പുണ്യമാണ് എന്നുള്ളതാണ്. ഇനി എന്തെല്ലാമാണ് സൽസ്വഭാവങ്ങൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ നിന്നും നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് അറിയാം, നമ്മുടെ മുഖപ്രസന്നത, സത്യസന്ധത, വിനയം, ലജ്ജ, മനുഷ്യരെ സഹായിക്കൽ, അവരെ ഉപദ്രവിക്കാതിരിക്കൽ, നല്ല വാക്ക് പറയൽ, ക്ഷമ, വിട്ടുവീഴ്ച, കാരുണ്യം, കുടുംബബന്ധം പോൽ ചേർക്കൽ, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ സൽസ്വഭാവത്തിന് നമുക്ക് കാണാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ കാണാം, വൗസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബാ ഹുറൈറ ബി വസിയത്തിൻ അലീമത്തിൻ. അബൂ ഹുറൈറ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ ഒരു വസിയത്ത് കൊടുക്കുകയാണ്. ഖാല യാ അബൂ ഹുറൈറ അലൈക ബി ഹുസ്നിൻ ഖുൽഖ്. അബൂ ഹുറൈറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നീ സൽസ്വഭാവമുള്ളവനായിരിക്കുക. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു ചോദിക്കുകയാണ്, വമാ ഹുസ്നുൽ ഖുൽഖ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ എങ്ങനെയാണ് സൽസ്വഭാവമുള്ളവനായിരിക്കുക? ഖാല തസിൽ മൻ ഖതൗക, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനോട് നീ ബന്ധം ചേർക്കുക. വതഉഫു അമ്മൻ വലമുക, നിന്നെ ഉപദ്രവിച്ചവർക്ക് നീ മാപ്പ് നൽകുക. വതഉതി മൻ ഹറമുക, നിനക്ക് ദാനം നിഷേധിച്ചവർക്ക് നീ ദാനം നൽകുക. മഹത്തായ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സൽസ്വഭാവത്തിൻ്റെ ലക്ഷണം. നമ്മോട് ബന്ധം വിച്ഛേദിച്ചവരായ ആളുകളോട് നമ്മൾ അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുക. മറ്റൊന്ന്, നിങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകൾക്ക് മാപ്പ് നൽകുക. അതുപോലെ തന്നെ നമുക്ക് ദാനം നിഷേധിച്ച ആളുകൾക്ക് അങ്ങോട്ട് ദാനം നൽകുക. ഇത്തരത്തിലുള്ള സൽസ്വഭാവങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക. ഇത്തരത്തിൽ സൽസ്വഭാവങ്ങൾ പുലർത്തി നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭ്യമാകാൻ അള്ളാഹു തുണക്കട്ടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.